ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അടുത്ത സീസൺ തുടങ്ങി. ഇതാണ്ട, ഇത് ഇന്ന് വിരിഞ്ഞ ഫ്ലവറാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലവറിനൊരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ ഇത് വിരിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ നിറയെ തേനീച്ചകൾ വരും കേട്ടോ. അപ്പോൾ ആ തേനീച്ചകൾ വന്നപ്പോൾ കണ്ടോ, തേനീച്ചയെ പിടിക്കാൻ വേണ്ടിയിട്ട് അതിനടുത്ത് തന്നെ പതുങ്ങിയിരിക്കുന്ന ഒരാളിനെ കണ്ടോ, ചെലന്തി തേനീച്ചകളുടെ ഒരു പ്രധാന ശത്രുവാണ്. അപ്പോൾ നാളെ വിരിയാൻ വേണ്ടിയിട്ട് ഇത് അടുത്ത് 2 മുട്ടുകൾ തൊട്ടടുത്ത് തന്നെയുണ്ട് കേട്ടോ. നമ്മുടെ അടുക്കള തോട്ടങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ 1-2 ചുവടൊക്കെ വെച്ച് പിടിപ്പിക്കുക. എത്ര സ്ഥലം കുറഞ്ഞവർക്ക് 1-2 ചുവടൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് പിടിപ്പിക്കാൻ കഴിയും. നമ്മൾ ചിലർക്കൊരു ധാരണയുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് പിടിപ്പിക്കണമെങ്കിൽ വലിയ ഡ്രമ്മോ ചട്ടിയോ അല്ലെങ്കിൽ തറയിലൊക്കെ വെച്ചാലേ ശരിയാവുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ട്. ഇത് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു 20 ലിറ്റർ മിനറൽ വാട്ടർ ക്യാനിൻ്റെ ഫുൾ ബോട്ടിലാണ് കേട്ടോ. വലിയ മണ്ണിൻ്റെ ഒന്നും ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കഴിഞ്ഞ വർഷവും ഇതേ ചെടിയിൽ നിന്ന് എനിക്ക് ധാരാളം കായ്കൾ കിട്ടിയിരുന്നു കേട്ടോ.